താടി പിടിച്ചുകൊണ്ട് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നാവ് വലിഞ്ഞു നിൽക്കും. എന്നിട്ട് ഈ നെറ്റിയിൽ പിടിച്ച കൈ കൊണ്ട് തന്നെ മൂക്ക് പൊത്തി പിടിക്കുക. എന്തിനാ മൂക്ക് പൊത്തുന്നത്? നമ്മൾ അയാളുടെ വായിലേക്ക് ഊതാൻ പോവാണ്. നമ്മളെ പിന്നെ ഇവിടെ കുതിരട്ടത്തൊക്കെ ഒരു പണിയുണ്ടല്ലേ, മൂടില്ലാത്ത ബക്കറ്റിൽ വെള്ളം കോരിക്കണ്ട. മുകളിലെത്തുമ്പോ ബക്കറ്റ് മാത്രമല്ല, വെള്ളം ഉണ്ടാവില്ല. അത് നമ്മൾ ഈ ഊതണ മുഴുവൻ മൂക്കിലൂടെ പുറത്തേക്ക് പോകും. അതില്ലാതിരിക്കാന് മൂക്ക് പൊത്തി പിടിക്കണം. മൂക്ക് പൊത്തി പിടിക്കുക, തല ഉയർത്തി പിടിക്കുന്നു. അപ്പൊ എയർവേ ക്ലിയർ ആക്കി, ഇവിടെ ബ്ലോക്ക് ചെയ്തു, വഴി ക്ലിയർ ആയി. വായ തുറന്നു പിടിച്ച് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്. അതായത് ഇയാളുടെ വായും നമ്മുടെ വായും ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുക. അത് അടുത്ത ആളുകളാണെങ്കിൽ അങ്ങനെ നേരിട്ട് നേരെ വെക്കാൻ പാടുള്ളൂ. അല്ലാത്തതാണെങ്കിൽ കർച്ചീഫ് എന്തെങ്കിലും വെച്ചിട്ട്, തുണി എന്തെങ്കിലും വെച്ചിട്ട് വേണം ചെയ്യാൻ. കൊറോണ കാലത്ത് അത് നിരോധിച്ചിരുന്നു. കംപ്രഷൻ മാത്രം കൊടുത്താൽ മതി എന്നാ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് ശക്തിയായിട്ട് ഊതുന്നു. നല്ല ഊത്ത്, പവറോട് കൂടിയുള്ള ഊത്ത്. എന്നിട്ട് എടുക്കണം, വായ എടുക്കണം. അതെന്തിനാ? ആ ഊതിയ കാറ്റ് പുറത്തേക്ക് വരെ കൂടി ചെയ്യണ്ടല്ലോ. അത് താനെ പുറത്തേക്ക് വരും. വീണ്ടും ഊതുന്നു, വീണ്ടും പുറത്തേക്ക് വരാനുള്ള സമയം കൊടുക്കുക. അങ്ങനെ ബ്രീത്തിങ് നടക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ബ്രീത്തിങ് ഇല്ലാത്ത ഒരാൾക്ക് കുറച്ച് സമയം കഴിയുന്നതോടുകൂടി അയാളുടെ സർക്കുലേഷനും നിൽക്കും, ഹൃദയത്തിന്റെ പ്രവർത്തനം നടക്കും. കാരണം ഹൃദയം പമ്പ് ചെയ്യുന്നത്, രക്തം പമ്പ് ചെയ്യുന്നത് തന്നെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കാനാണ്. ഈ ഓക്സിജൻ ബ്ലഡിലേക്ക് മിക്സ് ചെയ്യുന്ന യൂണിറ്റ് ശ്വാസകോശമാണ്. ശ്വാസകോശം പണിയെടുക്കുന്നില്ല എങ്കിൽ പതിയെ ഹൃദയം നിർത്തും. മനസ്സിലായോ? വായു അറകളിലൂടെയാണ് രക്തത്തിലേക്ക് ഓക്സിജൻ കയറ്റുന്നത്. അപ്പോ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർവേ ക്ലിയർ ആണ്, ബ്രീത്തിങ്ങും ഇല്ല, സർക്കുലേഷനും ഇല്ല എങ്കിൽ CPR കൊടുക്കാം. എന്താ CPR? കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ, ഹൃദയ ശ്വസന പുനരുജ്ജീവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുക, വീണ്ടും ഉണ്ടാക്കുക. ആ പണിയാണ് ചെയ്യുന്നത്. അതിന് ഈ പറഞ്ഞ പണി തന്നെയാണ് ഉള്ളത്. ആ വിക്ടിമിന്റെ, രോഗിയുടെ സൈഡിലായിട്ട് കാൽമുട്ടിൽ കുത്തിയിരിക്കുക. ഈ പണികളൊക്കെ ചെയ്യണം കേട്ടോ. എയർവേതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് CPRലേക്ക് പോകുന്നത്. എന്നിട്ട് നമ്മള് 2 പണി അതിൽ ചെയ്യാനുള്ളത്. നമ്മുടെ നെഞ്ചിന്, ഹൃദയത്തിന് മുകളിലായിട്ട് കൈ വെച്ചുകൊണ്ട് കംപ്രസ് ചെയ്യുക, അമർത്തുക. മറ്റൊന്ന് വായിലൂടെ ഊതി കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് കംപ്രഷനാണ്. നമ്മുടെ ചെയ്യാനുള്ളത് ഹൃദയത്തിന്റെ മുകളിൽ എവിടെ ഹൃദയം ഉള്ളത്? പുക്കളിന്റെ മുകളിലാ, ലെഫ്റ്റ് സൈഡ്, അതായത് ഈ പോക്കറ്റില് അല്ലേ? പോക്കറ്റ് കൊണ്ടെടുക്കണ ആണോ? ഞങ്ങൾക്കൊക്കെ എവിടെ ഉള്ളത്? ഹൃദയം സ്ഥിതി ചെയ്യുന്നത് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച് ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടൊന്നുമില്ല. അത് സെന്ററിൽ തന്നെയാണ് ഉള്ളത്. 2 ശ്വാസകോശത്തിന്റെയും നടുവിലായിട്ട് സെന്ററിൽ തന്നെയാണുള്ളത്. പക്ഷെ അത് ഒരു ഇടത് ചായ്വുണ്ട്. അതായത് ഹൃദയത്തിന്റെ 2 ഭാഗവും ഇടത് ഭാഗത്തേക്കും 1 ഭാഗം വലതു ഭാഗത്തേക്കും ഒന്ന് ചെരിഞ്ഞിട്ട് ഇടത്തോട്ട് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.